അസ്സലാമലൈക്കും ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നല്ല അടിപൊളി ഒരു ബീഫ് മസാലയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം കമൻസിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി 1/2 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, പിന്നെ നമ്മളതിലേക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടി 3/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. 3/4 ടേബിൾ സ്പൂണാണ്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ വിനെഗറും ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. വിനെഗർ ചേർക്കുമ്പോൾ മീറ്റ് നല്ല സോഫ്റ്റ് ആവും. പിന്നെ 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ ഉലുവ. അപ്പോൾ ഉലുവ പൊടിച്ചതുണ്ടെങ്കിൽ ഉലുവ പൊടിച്ചത് 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. ഞാനിപ്പോൾ മുഴുവനോടുകൂടി ഉള്ളതാണ് ചേർത്തിട്ടുള്ളത്. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 1/2 hour ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമുക്കൊരു കുക്കറിലാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഈ മസാല തേച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ബീഫില്ലേ ഇതിലിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇത് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണം ഇട്ട് വരിക. ഇതുപോലെ ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റാം കേട്ടോ ഇതിലിട്ടിട്ട്. അപ്പോൾ ഈ മസാലയൊക്കെ ഇതിൽ കിടന്നൊന്ന് ചൂടായിട്ടൊന്ന് മുരിയും. എന്നിട്ട് നമ്മളിതുപോലെ വഴറ്റിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച വെള്ളം ചൂട് വെള്ളം ഒഴിച്ചിട്ട് വേണം ഇത് ഒഴിക്കാൻ കേട്ടോ. എന്താ വെച്ചാൽ നമ്മളിത് ഓൾറെഡി ചൂടാക്കിയെടുത്ത ബീഫാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ നമ്മളിത് കുക്കർ അടച്ചിട്ട് ഞാനിപ്പോൾ ഒരു 8 വിസിലടിക്കേണ്ട വന്നു കേട്ടോ. അത് ഓരോരുത്തരുടെ കുക്കറിൻ്റെ ഇതിനനുസരിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതുപോലെ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ നമ്മൾ 1/2 ടേബിൾ സ്പൂൺ അവിടെ നേരത്തെ ബീഫ് വേവിക്കുമ്പോൾ തേച്ചിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കൂടി ഇതിലിട്ട് ഒന്ന് വഴറ്റാം. അതിൻ്റെ ആ ഒരു സ്മെല്ല് പോയതിന് ശേഷം അതിലേക്ക് ഒരു 5 പച്ചമുളക് ഒന്ന് ചെറുതായി കട്ട് ചെയ്തും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2 സവാള നീളത്തിലരിഞ്ഞതാണ്. അതൊന്ന് ഇട്ടിട്ടൊന്ന് വഴറ്റണം. അപ്പോൾ സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ബീഫിൽ ഓൾറെഡി ഉപ്പിട്ടതാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ സവാള ഒന്ന് ചെറുതായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ഒരു തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് തക്കാളിയും കൂടി ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയും കൂടി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് എല്ലാം കൂടി ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കുക. എന്നിട്ട് ഇടയ്ക്കൊന്ന് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് അങ്ങനെ കുറച്ച് നേരം വെക്കുക. അപ്പോൾ നമ്മൾ ഈ ഉള്ളിയൊക്കെ ഒന്നും കൂടി ഒന്ന് വെന്ത് നന്നായി ഉടഞ്ഞു കിട്ടും. അപ്പോൾ മസാല നല്ല തിക്കായിട്ട് വരും, ബീഫിലൊക്കെ നന്നായി പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വയ്ക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് മൂടി വെച്ചതിന് ശേഷം ഏറ്റവും അവസാനം കുറച്ച് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അവസാനമാണ് ഞാൻ ഗരം മസാല ചേർത്തത് കേട്ടോ. ഗരം മസാലയും കൂടി ചേർത്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടി ഒന്ന് വഴറ്റിയിടാനുണ്ട്. ഇനി വെളിച്ചെണ്ണ എടുക്കാം. അതിലേക്ക് വേപ്പില ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ തേങ്ങാക്കൊത്ത് ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഉണക്കമുളക്, അത് ഞാനിതിൽ കാണിച്ചിട്ടില്ല കേട്ടോ. ഉണക്കമുളക് 2-3 ഉണക്കമുളക് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി കുറച്ചൊന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടിപൊളി ബീഫ് റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഉണ്ടാക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി പറയണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്